എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. പലപ്പോഴും ഹൃദയത്തിൻ്റെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം കൺസേൺഡ് ആണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ രക്തക്കുഴലുകളെ സംബന്ധിച്ചിട്ടുള്ള ഏതൊരു കാര്യത്തിലും കാര്യങ്ങൾ അറിയാനും ആം, രോഗത്തിലേക്ക് പോകാതെ ഇരിക്കാനൊക്കെയുള്ള മുൻകരുതലുകൾ നമ്മൾ പലപ്പോഴും എടുക്കാറുമുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ പലപ്പോഴും നമ്മൾ കാണാൻ ക്ലിനിക്കിൽ വരുന്ന ചില രോഗികളെങ്കിലും പറയാറുള്ളത്, ഡോക്ടറെ കൊളസ്ട്രോൾ ഒട്ടുമില്ല, വളരെ നോർമലാണ്, ഷുഗർ മാത്രമാണ് മുകളിലുള്ളത്, അതുകൊണ്ട് എനിക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള മാനേജ്മെൻ്റ് ഒന്നും വേണ്ട എന്ന് പറയാറുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ നോർമലായാൽ ഷുഗർ കൂടി നിൽക്കുന്ന ഒരാൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നം വരാതിരിക്കുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കൊളസ്ട്രോളിനേക്കാൾ നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ ഹൃദയത്തിനെ നശിപ്പിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഹൃദയത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ രക്തക്കുഴലുകളിനെ സംബന്ധിക്കുന്ന ബ്ലോക്ക് എങ്ങനെ അത് തിരിച്ചറിയാം, ആദ്യകാലത്ത് തന്നെ തിരിച്ചറിയാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇതിനെ മറികടക്കാം എന്നുള്ള ചില കാര്യങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കിന്നൊന്ന് നോക്കാം. ഇന്ന് രക്തക്കുഴലുകളുടെ ബ്ലോക്ക് അതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു നിശബ്ദനായ കൊലയാളിയായിട്ടാണ് ഈ പറയുന്ന രക്തക്കുഴലുകളുടെ ബ്ലോക്കുകൾ മാറാറുള്ളത്. അതിനാൽ ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള രക്തക്കുഴലുകളുടെ ബ്ലോക്കുകൾ ഒട്ടനവധി വർഷം എടുത്തതിന് ശേഷമാണ് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്താറുള്ളത്. 1-2 മാസം കൊണ്ടൊന്നും ആർക്കും ബ്ലോക്ക് ഉണ്ടാകാറില്ല. ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും. എന്താണ് രക്തക്കുഴൽ ബ്ലോക്ക്? നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ശരിയായ രീതിയിൽ ഓക്സിജനും പോഷണ വസ്തുക്കളും എത്തിക്കുന്നത് ഈ വഴിയാണ്, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ വഴിയാണ്. ഈ രക്തക്കുഴലുകളകത്തുള്ള ഒരു ഭാഗമാണ് എൻഡോത്തീലിയം എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന എൻഡോത്തീലിയം എന്ന് പറയുന്ന അകംവശത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു തകരാറാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് അല്ലെങ്കിൽ അതിറോസ്ക്ളറോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കാറുള്ളത്. എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞുകൂടാനും കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാനും രക്തക്കുഴലുകൾക്ക് കട്ടി കൂടാനും അതിൻ്റെ അകത്തുള്ള ഉൾവ്യാസം കുറയാനും, അതാണ് ബ്ലോക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ പ്രഥമ കാരണം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ അല്ല, മറിച്ച് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷനാണ്. ഇത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പോകുന്നത് എവിടെയാണോ ബ്ലോക്ക് വരുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ലക്ഷണങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാകാം. പ്രധാനമായും 3 ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാറുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയത്തിലെ രക്തധമനികൾക്കുണ്ടാകുന്ന ബ്ലോക്കുകൾ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബ്ലോക്ക്. 2, കാലുകളിലേക്കോ ശരീരത്തിൻ്റെ ഉപരിതലങ്ങളിലേക്കോ ഒക്കെ പോകുന്ന രക്തക്കുഴലുകൾ വരുന്ന ബ്ലോക്ക്, അതിനെ നമ്മൾ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് വിളിക്കും, PAD. 3, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് വരുന്ന കരോട്ടിഡ് ആർട്ടറി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്. ഇനി എവിടെയാണോ ബ്ലോക്കുള്ളത് അതിനനുസരിച്ച് ലക്ഷണങ്ങൾ മാറും. ഇപ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിലാണ് പ്രശ്നമെങ്കിൽ പ്രധാനമായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണം നെഞ്ചുവേദനയാവാം. ഇത് ഏറ്റവും സാധാരണയായിട്ടുള്ളതാണ്. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് വരുന്ന വേദന, അല്ലെങ്കിൽ സമ്മർദ്ദം, അല്ലെങ്കിൽ ഇറുകിപ്പിടിക്കുന്ന ഒരവസ്ഥ. ചിലവർക്ക് അത് കഴുത്തിലായിരിക്കാം വേദന ഉണ്ടാവുക, ചിലർക്ക് താടിയിലുണ്ടാവാം, ചിലർക്ക് പുറത്താവാം, ചിലവർക്ക് കൈകളിലൊക്കെയാണ് വേദന ഉണ്ടാവുക, ചിലവർക്കൊക്കെ അല്പം വിശ്രമിക്കുമ്പോഴേക്ക് ഈ വേദന കുറഞ്ഞു വരുന്നതും കാണാറുണ്ട്. ചിലർക്ക് ഈ വേദനയല്ല ഉണ്ടാവുക, മറിച്ച് അല്പം ഒന്ന് എക്സേർട്ട് ചെയ്യുമ്പോൾ, അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസം മുട്ടാണ്. ഇത്തരത്തിലുള്ള ശ്വാസം മുട്ടുകൾ പലപ്പോഴും ഒരു ഹൃദയ ധമനികൾക്ക് ഉണ്ടാകുന്ന ബ്ലോക്കിൻ്റെ ലക്ഷണമാവാം. ചിലർക്ക് അകാരണമായി ഉണ്ടാകുന്ന ക്ഷീണം, മറ്റു ചിലർക്ക് ഓക്കാനുണ്ടാവുക. ഇങ്ങനെയുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളും ഈ പറയുന്ന പ്രശ്നം കൊണ്ടുണ്ടാകാം. ഇനി അടുത്തത് PAD, പെരിഫറൽ ആർട്ടറി ഡിസീസ്. ഇപ്പം സാധാരണ കാലുകളിലാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നതായിട്ട് കാണുന്നത്. ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ളത് കാലുവേദനയാണ് ഈ പറയുന്ന ആർട്ടറിയിൽ വരുന്ന ബ്ലോക്കിൽ. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന വേദന വിശ്രമിക്കാൻ അല്പം കുറയുന്നതായിട്ടൊക്കെ കാണാം. ഇതിനെ ക്ലോഡിക്കേഷൻ എന്നാണ് വിളിക്കാറുള്ളതൊക്കെ. മറ്റൊരു ലക്ഷണം സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ തണുപ്പ് വരുന്നതായിട്ടുള്ളൊരു ഫീലിംഗ്, പ്രത്യേകിച്ച് പാദത്തിനൊക്കെ തണുപ്പ് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക, അതും ഇത്തരത്തിലുള്ള പെരിഫറൽ ആർട്ടറി ഡിസീസിൻ്റെ ഒരു ലക്ഷണമായിട്ട് മാറാം.
അതേപോലെ തന്നെ കാലുകൾക്കുണ്ടാകുന്ന നിറവ്യത്യാസം, പ്രത്യേകിച്ച് കാൽ മുട്ടുകൾക്ക് താഴെ ഭാഗത്തേക്ക് വരുന്ന കളർ വ്യത്യാസമോ അല്ലെങ്കിൽ പാദങ്ങൾക്കുണ്ടാകുന്ന നിറവ്യത്യാസമോ ഒക്കെ ഇത്തരത്തിലുള്ള PID എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ പ്രശ്നമായിട്ട് വരാം. രക്തക്കുഴലുകൾക്ക് പെരിഫറൽ ആർട്ടറി ഡിസീസിൻ്റെ പ്രശ്നമായിട്ട് വരാം. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മുറിവ് ഉണങ്ങാനുള്ള കാലതാമസമാണ്. രക്തപ്രവാഹം കുറയുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നീരുകൾ ഉണ്ടാവാനും അതേപോലെ തന്നെ ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങാനുമുള്ള കാലതാമസമൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പെരിഫറൽ ആർട്ടറി ഡിസീസിൽ കാണിക്കുന്ന മറ്റൊരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കാലുകൾക്കുണ്ടാകുന്ന ക്രാംസ് ആണ്, അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം പോലെയുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണാം. ഇനി മൂന്നാമത്തെ തരത്തിലുള്ളത് കുറച്ചുകൂടെ മാരകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തലച്ചോറിനകത്തേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് അത്തരത്തിലുള്ള കരോട്ടിഡ് ആർട്ടറി ബ്ലോക്ക് ആണെങ്കിൽ അത് കുറച്ചുകൂടെ നമ്മൾ ഏർലി പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ചികിത്സ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആർട്ടറി ബ്ലോക്ക് ആണെങ്കിൽ മുഖത്തിൻ്റെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തോ കൈയുടെ കാലിൻ്റെ ഒരു ഭാഗത്തോ ഉണ്ടാകുന്ന ക്ഷീണം, അതുപോലെ തന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുക, ചിലപ്പോൾ കാഴ്ചക്കുറവുണ്ടാവും. കാഴ്ചക്കുറവ് എന്ന് പറഞ്ഞാൽ ഒന്നിക്കിൽ ഒരു കണ്ണിലോ അല്ലെങ്കിൽ രണ്ട് കണ്ണിലോ പെട്ടെന്ന് തന്നെ കാഴ്ച മങ്ങുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക, ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നുക, വേച്ച് പോവുക, നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ വഴുതി വീഴുന്നതായിട്ട് തോന്നുക, കയ്യിലൊരു ഗ്രിപ്പ് കുറയുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ഒട്ടും വൈകരുത്, ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിച്ച് പ്രത്യേകിച്ച് നെഞ്ചുവേദനയോ ശ്വാസം എടുക്കാനുള്ള ഒരു പ്രശ്നമോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വശം തളർന്നു പോവുക അല്ലെങ്കിൽ ഒരു ബലഹീനത പോലെയുള്ള ഒരു പ്രശ്നവും ഉണ്ടെങ്കിൽ നിങ്ങൾ സമയം വൈകരുത്. പലപ്പോഴൊക്കെ ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചിട്ട് പിറ്റേ ദിവസം നേരം വെളുത്ത് ഉച്ചയാകുമ്പോഴൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇത് ഏറ്റവും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഏറ്റവും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി, പതിവായിട്ടുള്ള ഒരു പരിശോധനകളൊക്കെ ഉണ്ടെങ്കിൽ രക്തത്തിൻ്റെ ബ്ലോക്കിന് ഒരു വലിയ പരിധി വരെ നമുക്ക് രക്തക്കുഴലിലുണ്ടാകുന്ന ബ്ലോക്കിന് നമുക്കൊരു വലിയ പരിധി വരെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയും. ഇനി അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? നമ്മൾ പലപ്പോഴും നമ്മുടെ രക്ത ടെസ്റ്റിങ്ങുകളൊക്കെ കേവലം കൊളസ്ട്രോളിലേക്ക് മാത്രമായിട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും കൊളസ്ട്രോൾ നോക്കി കൊളസ്ട്രോൾ നോർമൽ ആയതുകൊണ്ട് ഞാൻ വളരെ സേഫാണ്, ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു ധാരണയൊക്കെ പലർക്കും ഉണ്ടാകാറുണ്ട്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരുപക്ഷെ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൊളസ്ട്രോളിനേക്കാൾ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ 3 മടങ്ങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കൊളസ്ട്രോളിനേക്കാൾ 3 മടങ്ങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ചില പ്രത്യേകതരം ടെസ്റ്റുകൾ നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാനിടയില്ലാത്ത ടെസ്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന് പറയുന്ന ടെസ്റ്റ്. ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന് പറയുന്ന ടെസ്റ്റ് ഒരു പക്ഷേ ഹൃദയാഘാതം വരുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു പിക്ചർ നമുക്ക് തരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഹോമോസിസ്റ്റീൻ്റെ അളവ് നിങ്ങൾ പലപ്പോഴൊക്കെ നോക്കുന്നതും വളരെ ഗുണപ്രദമാണ്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഫാമിലിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അത് വരാൻ സാധ്യത കൂടുതൽ ഉള്ള ആൾക്കാരൊക്കെ ഈ ഹൈ സെൻസിറ്റിവിറ്റി CRP ടെസ്റ്റും അതുപോലെ തന്നെ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ കൊളസ്ട്രോളിൽ തന്നെ ലിപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്ന LPA എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിങ്ങളത് പ്രത്യേകം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലാബിലും ഇപ്പം പ്രധാനപ്പെട്ട ലാബിലൊക്കെ അതിൻ്റെ സൗകര്യം ഉണ്ടാവും. LPA എന്ന് പറയുന്ന ടെസ്റ്റാണ് നിങ്ങൾ കൊളസ്ട്രോളിനേക്കാൾ മുമ്പേ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ശരിയായ രീതിയിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ റിഫൈൻഡ് കാർബ്, പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളും പൂർണ്ണമായിട്ട് വർജിക്കുക. അത്തരത്തിലുള്ള ശരിയായ രീതിയിൽ ഹൃദയത്തിന് അനുസൃതമായ രീതിയിലുള്ള ശരിയായ വ്യായാമങ്ങൾ, കാർഡിയാക് എക്സസൈസുകൾ, റെഗുലറായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക. പുകവലി, മദ്യപാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ വർജിക്കുക. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വഴി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ രക്തക്കുഴലിനുണ്ടാകുന്ന ബ്ലോക്കുകളെ ഒരു വലിയ പരിധി വരെ മാറ്റാൻ വേണ്ടി കഴിയും. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലായ്പ്പോഴും ഇത് കൊളസ്ട്രോൾ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നം കൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല. കാൽഷ്യം ബ്ലോക്ക് ഉണ്ടായാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം.
കാൽഷ്യം ഓക്സാലേറ്റ്സ് അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻ്റൊക്കെ വാരി വലിച്ച് കഴിച്ചാലൊക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബ്ലോക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാർ വൈറ്റമിൻ K2 എന്ന് പറയുന്ന വൈറ്റാമിൻ്റെ ഉപയോഗം റെഗുലറായിട്ട് വരുത്തുക. ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനായിട്ട് omega-3 പോലെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നതും ഇതിൻ്റെ കൂടെ ഒരു ആഡഡ് ബെനിഫിറ്റായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.